തൊഴിലാളി മണ്ഡലം. തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് തടിപ്പണിയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഓമന സോമനുമായുള്ള അഭിമുഖം കേൾക്കാം. തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഓമന സോമനാണ്. നമ്മുടെ ഇന്നത്തെ അതിഥിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, സ്ത്രീകൾ പൊതുവേ ചെയ്യുന്ന പല ജോലികളുണ്ട്. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കരവിരുത് തടിപ്പണിയിലാണ് നമ്മുടെ ഓമന സോമന്റേത്. മാഡത്തിന് ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. താങ്ക് യു. നമ്മൾ പലരും ഈ തടിപ്പണികൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു പ്രായത്തിലുള്ള ഒരാള് ഇത്ര മനോഹരമായിട്ട് തടിപ്പണികൾ ചെയ്യുന്നത് കണ്ടറിയുന്നത്. നമ്മൾ ഒരുപാട് ചാനലുകളിലൂടെയും യൂട്യൂബിലൂടെയും എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ ഇങ്ങനെ ഉഷാറായിട്ട് തന്നെ ചെയ്തു പോകുന്നു ഈ പണി. ഏത് പ്രായത്തിലാണ് ഈ ജോലിയിലേക്ക് കടന്നു വരുന്നത്? ഞാനിത് പഠിക്കാൻ വന്നത് 44-ാമത്തെ വയസ്സിലാണ്. 44-ാമത്തെ വയസ്സ് വന്നു. 47 വയസ്സായപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചു, പരീക്ഷ പാസ്സായി. 46-ാമത്തെ വയസ്സിലാണ് 2 വീലർ പഠിച്ച് ലൈസൻസ് എടുത്ത്. അതിനുശേഷം 55-ാമത്തെ വയസ്സിലാണ് 4 വീലർ പഠിച്ച് ആദ്യം തന്നെ എനിക്ക് ലൈസൻസ് കിട്ടുകയും ചെയ്തു. പിന്നെ നമുക്ക് ഈ പ്രായം എന്ന് പറയുമ്പോൾ പ്രായം ശരീരത്തിനെക്കാട്ടിൽ കൂടുതലായിട്ട് ഫലിക്കുന്നത് മനസ്സിനാണ്. നമ്മുടെ മനസ്സ് പ്രായക്കുറവെന്ന് തോന്നിയാൽ നമുക്ക് എല്ലാ ജോലികളും ചെയ്യാൻ പറ്റും. അതാണ് അമ്മയുടെ ആ ഒരു രഹസ്യം അല്ലേ? അതെ. അപ്പോൾ ഈ തടിപ്പണി പഠിക്കാൻ പോകുന്ന ഒരു സമയം ഉണ്ടല്ലോ, അതിൽ എന്തായിരുന്നു നമ്മുടെ മോട്ടിവേഷൻ ആദ്യമായിട്ട് ഇത് പഠിക്കാൻ പോവാൻ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. മരപ്പണി പഠിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ പുരുഷന്മാർ മാത്രം ചെയ്യുന്ന ഒരു ജോലിയാണ്. സ്ത്രീകൾ എങ്ങും ഇല്ല. ഇപ്പം അവിടെ പഠിക്കാൻ വന്നൊരു അന്നേരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ സമയത്ത് ഇന്ത്യയിൽ തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ മരപ്പണി ചെയ്യുന്ന ഒരാളായിട്ട്. അതെ, തടിപ്പണിയിലേക്ക് മരപ്പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഒരു ഡിസൈൻ അല്ല അടുത്ത വർക്കിന് വരുന്നത്. ഡിസൈൻ മാറി മാറി വരും. നമ്മൾ ഏതൊക്കെ വർക്ക് ചെയ്യുന്നോ ആ എല്ലാ വർക്കിനും പല പല ഡിസൈനുകളാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ട് അത് നമ്മൾ ആ തടിയേൽ തീർത്തെടുക്കും. അതിൽ നേരത്തെ ചോദിച്ച പോലെ ആദ്യമായിട്ട് ഇതിലേക്ക് വന്ന ആ ഒരു സന്ദർഭം എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നതെന്നൊന്ന് പറയാമോ? ഞാൻ അന്ന് ഏറ്റുമാനൂർ പഞ്ചായത്തിൻ്റെ കുടുംബശ്രീയുടെ CDS അംഗമായിരുന്നു. അപ്പോൾ ഈ അർച്ചന വിമൻസ് സെൻ്ററിൻ്റെ സ്റ്റാഫിലെ 2 പേര് വന്ന് ഇങ്ങനെ മരപ്പണി പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. ആദ്യം ഇങ്ങനെ കൊത്തുപണി എന്നാ പറഞ്ഞു. ആദ്യം ഞാൻ അതിനത്ര വലിയ വെയിറ്റ് കൊടുത്തില്ല. അപ്പോഴത്തേക്ക് എൻ്റെ CDS പറഞ്ഞ്, ചേച്ചി നല്ല കാര്യമാണ്, നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. പക്ഷേ പുള്ളിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ പോയി പണി പഠിച്ചു. ഞങ്ങൾ 3 വർഷം കഴിഞ്ഞപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ ഉണ്ടായിരുന്നു, അഡൽട്ട്സ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അതിലെനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. വളരെ എന്താ പറയാ, ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമല്ലേ? ഇത്രയും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അപ്പോൾ എന്നെ അവിടെ അടുത്ത ബാച്ചുകളിലേക്ക് പഠിപ്പിക്കാനായിട്ട് നിയോഗിച്ചു. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആദ്യം എന്താണ് പഠിപ്പിക്കുന്നത്? ആദ്യം പഠിപ്പിക്കുന്നത് നമ്മൾ ഇതിനകത്ത് തിയറി ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കും വെറുതെ ഇരുന്ന് അല്ലെ ഉള്ളിയും കൊട്ടുടിയും വെച്ച് അടിക്കുകയോ അടിച്ചങ്ങ് പണിത് വിടാമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെയല്ല, ഇതിനകത്ത് കണക്കുകളുണ്ട്. കണക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മേശ, ആ മേശയ്ക്ക് എത്ര, ഈ തടിയുടെ അളവെന്ന് പറയുന്നത് കുബിക്കടിക്കുക. ആ മേശയ്ക്ക് എത്ര കുബിക്കടി തടി വേണമെന്നുള്ളത് നമ്മൾ ഇപ്പോൾ ഒരാൾ ഒരു ഓർഡർ തരുക, നമുക്ക് അവരോട് ഒരു റേറ്റ് പറയണമെങ്കിൽ ആ മേശയ്ക്ക് എത്ര കുബിക്കടി തടി വേണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന്റെ ചെലവ്, അല്ലാതെ വെറുതെ ഒരു റേറ്റ് പറയാൻ പറ്റുമല്ല. അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം. അതിനുശേഷം അത് പഠിപ്പിക്കും. അതിനുശേഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഒരു അലമാരി പണിയണം. അപ്പോൾ അലമാര നമ്മുടെ മനസ്സിൽ വരണം. അതിൻ്റെ ആ ഒരു പടം, ആ ഒരു ഫോട്ടോ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഏറ്റുമാനൂരൊരു 8 അടി നീളം 7 അടി പൊക്കത്തിൽ ഒരു അലമാരി പണിതത് അവർക്ക് സ്വർണ്ണമൊക്കെ വെക്കാനുള്ള കടക്കാരായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് പുറമേ കാണാത്ത ഒരു ട്രോ വേണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഞാനെന്നാ തുണി വെക്കാനുള്ള ഒരു സൈഡിനകത്ത് ഒരു ട്രോ വെച്ച് തരാം. അപ്പോൾ തുണി ഫ്രണ്ടിൽ വെച്ച് കഴിയുമ്പോൾ കാണത്തില്ലല്ലോ, അങ്ങനെ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു വേറെ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സാധാരണ നമുക്ക് കാണാമല്ലോ, അലമാരിയുടെ അടിവശത്ത് ഒരു പലകയുണ്ട്. അതെ, അടിയിൽ ഇങ്ങനെ 3 വശവും പലകയുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പലകയുടെ വീതി കൂട്ടി എടുത്തിട്ട് അതിൻ്റെ അടിയിൽ 3 ട്രോ ഉണ്ടാക്കി. അതിന്റെ അടിയിലായിട്ട് അകത്ത് കാണാൻ പറ്റും. അപ്പൊ ഈ പലക ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ട്രോ ഉണ്ടെന്ന് അറിയത്തില്ല. ഈ പലകയ്ക്ക് നമ്മൾ ഹാൻഡിൽ കൊടുത്തിട്ടില്ല. നമ്മൾ ഹാൻഡിൽ കൊടുക്കുമ്പോൾ അറിയാമല്ലോ അതിനകത്ത് എന്തോ ഉണ്ടെന്ന്. അപ്പൊ ആ ഹാൻഡിൽ കൊടുത്തിട്ടില്ല. പക്ഷെ ട്രോയ്ക്ക് ഹാൻഡിലുണ്ട്. നമ്മൾ ഈ പലക നമുക്ക് കൈ കൊണ്ടെടുക്കാം. പക്ഷെ അത് പുഷ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ടക്കായിട്ടിരിക്കുകയും ചെയ്യും. ആ ഒരു രീതിയിൽ ചെയ്തു. അപ്പൊ ഈ പലക എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ട്രോ വലിച്ചെടുക്കുക, സാധനങ്ങൾ വെക്കുക, അടയ്ക്കുക. അപ്പൊ അലമാരിക്കകത്ത് അങ്ങനെ ഒരു ട്രോ ഉണ്ടെന്നേ അറിയത്തില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിലെ കാൽക്കുലേഷനാണ്. എങ്ങനെ വേണം നമ്മൾ ചിന്തിക്കണം കുറച്ച്.
അല്ല നമ്മൾ പണിയെന്ന് പറയുന്നത് കൊണ്ടായില്ല, നമ്മളത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൂടെ പണിതെടുക്കണം. ആ രീതിയിൽ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഐഡിയയും കൂടെ വേണം അല്ലേ, അതെ, എങ്ങനെ അതെ, ചെയ്തെടുക്കാന്നുള്ളത്. ഇപ്പൊ അതുകൊണ്ട് അതിന് ഞാൻ പറഞ്ഞ റേറ്റ് എനിക്ക് തന്നു. അതില് ഈ തുടക്കത്തില് പറഞ്ഞല്ലോ ഈ ഒരു ഇതുണ്ടാക്കുന്ന കാര്യങ്ങൾ കാൽക്കുലേഷനൊക്കെ. അപ്പൊ ഔദ്യോഗിക വിദ്യാഭ്യാസം ആക്ച്വലി എത്ര വരെ പഠിച്ചു? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. 10ാം ക്ലാസ്സിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചാൽ ഞാൻ പാസ്സായി കഴിഞ്ഞേച്ച് കണക്കിന് എനിക്ക് 98 മാർക്കായിരുന്നു. അപ്പം ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് എന്നോട് പറഞ്ഞു, നീ പോയി അന്ന് PDC ആണല്ലോ, PDC പഠിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കാവുള്ളൂ, കണക്കെടുത്ത് പഠിച്ചോണം എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ കുറച്ച് ദൂരം പോണമായിരുന്നു കോളേജിൽ പോകണമെങ്കിൽ. അങ്ങനെ കോളേജിൽ വിട്ടില്ല, പഠിപ്പിച്ചില്ല. പിന്നെ പഠിക്കാതിരുന്ന് കഴിഞ്ഞേച്ച് പ്രസ്സിലെ കമ്പോസിങ് പഠിക്കാനൊരു അവസരം കിട്ടി. അവിടെ കമ്പോസിങ് പഠിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ തന്നെ ജോലി കിട്ടി. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞു, നീ വേണേ പോയി ടൈപ്പ് ഷോർട്ട് ഹാൻഡും പഠിക്കേ. അപ്പോൾ വീടിനടുത്താണ്. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. കോളേജിൽ പോകാൻ പറ്റിയില്ല, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രസ് ജോലി ചെയ്ത് എൻ്റെ പൈസ കൊണ്ട് രാവിലെ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങി അരമണിക്കൂർ യാത്രയുണ്ട്. 8 അവിടെ ചെല്ലുമ്പോൾ 8 മുതൽ 9 വരെ ടൈപ്പ് പഠിക്കും. ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ ഷോർട്ട് ഹാൻഡ് എഴുതും. അതിനുശേഷം വന്നേ ഞാൻ ഭക്ഷണം കഴിക്കും. അങ്ങനെ സ്വന്തം എൻ്റെ അധ്വാനം കൊണ്ട് മാത്രം ഞാൻ ടൈപ്പ് ലോവറും ഹയറും പാസ്സായി, ഷോർട്ട് ഹാൻഡ് ലോവർ പാസ്സായി. എനിക്ക് ഗവൺമെന്റ് പ്രസ്സിലേക്ക് ജോലി ശരിയായതാ. PSC ടെസ്റ്റ് പാസ്സായി. ഒറ്റ പ്രാവശ്യം എഴുതിയപ്പോഴേ കിട്ടി എനിക്കത്. പക്ഷേ വിവാഹത്തിന് ശേഷമാണ് എനിക്ക് ആ ഓർഡർ വരുന്നത്. ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വരുന്ന അത് കണ്ണൂരായിരുന്നു അന്ന് എന്നെ വിട്ടില്ല, എത്ര ദൂരം ആയതുകൊണ്ട് വിട്ടില്ല. പിന്നെ ഞാൻ ഈ ടൈപ്പ് പഠിച്ചതിൻ്റെ അതിനും ഇതുപോലെ PSC ടെസ്റ്റ് പാസ്സായി. അതെനിക്ക് തൊടുപുഴ ജോലി കിട്ടി, അതിനും വിട്ടില്ല. ഗവൺമെന്റ് ജോലി രണ്ടിനും വിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എന്നോട് പറഞ്ഞു പഠിച്ചിട്ട് പോരെ എന്നാ പറഞ്ഞു. പക്ഷെ പഠിച്ചു കഴിഞ്ഞു. അവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടുത്തെ ഞങ്ങളുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു അമ്മ നോക്കുന്നത് പോലെ ആണ്, ഞങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് പോലെയാണ്. അപ്പം അതെല്ലാം വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു വേണ്ട നിന്നോളെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലിപ്പം തുടർന്ന് വന്നിട്ട് കോവിഡ് വന്നപ്പോഴത്തേക്ക് ഞാൻ പഠിപ്പിച്ച സ്ത്രീജനങ്ങളെല്ലാവരും പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ആദ്യം ഒരു 3 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ അവിടെ ഇൻസ്പെക്ടർ ആയിട്ട് കിട്ടി അല്ലെ. അതിന് ശേഷം ഈ വർക്ക് ഇടയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ, അലമാര അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു വർക്കൊക്കെ ആദ്യമായിട്ട് തരുമ്പോ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പഠിച്ചു, പിന്നെ ഒരു വർക്ക് നമുക്ക് ആദ്യമായിട്ട് കിട്ടണമല്ലോ. കിട്ടുമ്പോൾ ആദ്യമായിട്ട് ഒരു വർക്ക് തന്നത് ആരാണ്? ഇങ്ങനെ വിശ്വസിച്ച് എന്ന് വെച്ചാൽ ആദ്യം വർക്ക് തരുന്ന ആൾക്ക് ഇപ്പൊ ഞാൻ ഒരു തയ്യൽ പഠിച്ചു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പഠിച്ചു, പക്ഷെ ആദ്യമായിട്ട് വർക്ക് തരാൻ ഒരു ധൈര്യം കാണിച്ച് മുന്നോട്ട് വന്ന അവരാരാണെന്ന് പറഞ്ഞത്? ആദ്യമേ വർക്ക് നമുക്ക് അവിടുന്ന് തന്നെ സ്ഥാപനത്തിൽ തന്നെ തന്നു. അങ്ങനെയാണ് വർക്ക് തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പുറത്തുനിന്ന് വർക്ക് എടുത്ത് ചെയ്യാൻ തുടങ്ങിയത്. അത് ആദ്യമായിട്ട് തന്ന അത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? അത് ആദ്യം തന്നത് ഞാൻ അലമാരി ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അവർക്ക് നേരത്തെ അവർക്ക് കബോർഡ് പണിത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേറെ അടുത്തൊരു പോർഷനിൽ കൂടെ കബോർഡ് വേണമായിരുന്നു. ആ കബോർഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ ആശാനെ വിളിച്ചപ്പോൾ ആശാൻ പറഞ്ഞില്ല, എൻ്റെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു. അവരാണ് എനിക്ക് ആദ്യം വർക്ക് തരുന്നത് കബോർഡ്. അതിങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കൊരു ആദ്യമായിട്ട് നമ്മൾ ഒരു സാധനം ചെയ്ത് സംതൃപ്തി. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതിനെക്കുറിച്ചെന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഈ ഒരു ഫ്രെയിം ഇങ്ങനെ നോക്കി കണ്ടു കഴിഞ്ഞേച്ച് ഞാൻ തന്നെ അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഒത്തിരി ഒരു സന്തോഷമുണ്ട്. എനിക്കിത് ചെയ്യാൻ പറ്റിയല്ലോ. അല്ലെ, പുരുഷന്മാർ മാത്രം ചെയ്തുകൊണ്ടിരുന്നതാണ് എല്ലാ മെഷീനറി. കാർപ്പൻട്രിക്ക് ഏതെല്ലാം മെഷീനുണ്ടോ ആ മെഷീൻ മുഴുവൻ ഞാൻ വർക്ക് ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് പറയാം. കാരണം നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് നമ്മൾ ഈ തടിയും അല്ലെങ്കിൽ അലമാരയൊക്കെ കാണുന്നില്ലാതെ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് നമുക്ക് പ്ലെയിനർ ഉണ്ട്, തടി പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ കട്ടർ എന്ന് പറഞ്ഞാൽ ഹാൻഡ് കട്ടർ ഉണ്ട്, ടേബിൾ കട്ടർ ഉണ്ട്. ടേബിൾ കട്ടർ നമ്മൾ കറക്റ്റ് അളവിന് വെച്ച് കൊടുത്താൽ പലകയൊക്കെ നല്ല കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് കിട്ടും. പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്, സ്റ്റാൻഡിംഗ് ഡ്രില്ലുണ്ട്, ഹാൻഡ് ഡ്രില്ലുണ്ട്. അതുപോലെ കടച്ചിൽ മെഷീൻ ഉണ്ട്, തടി കടഞ്ഞ് എടുക്കുന്ന ടർണിംഗ് മെഷീൻ അതുണ്ട്. പിന്നെ ജോയിൻ ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട്, ഹാൻഡ് പ്ലെയിനർ ഉണ്ട്. എല്ലാത്തിലും വർക്ക് ചെയ്യാൻ പറ്റും. പ്ലെയിനറെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പൊക്കത്തിലാണ് അതിന്റെ പ്ലാറ്റ്ഫോം കിടക്കുന്നത്. അത്രയും പൊക്കത്തിൽ നമ്മൾ തടി പൊക്കി വെച്ച് വേണം ചെയ്തിട്ട് അങ്ങനെ ചെയ്യണ്ട. അപ്പൊ എന്നെ സംബന്ധിച്ചപ്പോ അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതെല്ലാം ഇങ്ങനെ ഒരു എന്താ പറയാ പ്രാക്ടീസ് ആയി 19 വർഷമായില്ലേ. ഏത് വർഷമാണ് ഇതിലേക്ക് വരുന്നത്? 2006. അപ്പൊ ഇത്രയും വർഷക്കാലത്തിന്റെ ഒരു ട്രെയിനിങ്ങും എല്ലാം കിട്ടിയല്ലേ. ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പം 63 വയസ്സുണ്ട്. ഇപ്പോഴും ഇതേ എനർജിയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മെയിനായിട്ട് ഈ വർക്കിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു അലമാരയോ ഏതൊരു തടി കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ആ ഒരു ജോലിയിൽ നമ്മളിപ്പോൾ ഒരു തടി എടുക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഇത് ജോയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്രെയിം സെറ്റ് ചെയ്യുന്നു, അങ്ങനെ അതിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണ്?
അങ്ങനെ എനിക്കങ്ങനെ ഒരു ടഫ് എന്ന് തോന്നുന്നില്ല. സാധാരണക്കാർക്ക് വരുന്നത് ജോയിന്റ് വരുന്നതാണ് ആ. പ്രശ്നം. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ആ ജോയിന്റ് കണ്ട ആ ജോയിന്റ് രണ്ടും ഒരുപോലെ വരണം. ഉം. അവിടെ വിടവ് വരാൻ പറ്റൂല. കറക്റ്റ് ആയിട്ട് വരണം. കറക്റ്റ് വരണം ഉം. ജോയിന്റ്. അത് നമ്മുടെ മരപ്പണിയുടെ ഏതിന്റെ വർക്കാണേലും അലമാരി ആണേലും കട്ടള ജനലോ എന്താണേലും കഥകാണേലും നമുക്ക് ജോയിന്റ് കറക്റ്റ് ആയിരിക്കും. ഉം. അത് കറക്റ്റ് അല്ലെങ്കിൽ ആ പണി ഫ്ലോപ്പായി പോവും. ഇതില് മെയിനായിട്ട് വരുന്ന തടിപ്പണികൾ എന്തൊക്കെയാണ്? കട്ടള ജനല് ജനൽപ്പാളി കഥക് ഫർണിച്ചർ എല്ലാം ചെയ്യും. കിച്ചൺ കബോർഡ് ഒരു വീട് വെക്കാൻ കൽപ്പണി ഞാൻ ചെയ്യും. ആ. ഞങ്ങളുടെ വർക്ക്ഷോപ്പിന്റെ പണി മുഴുവൻ ചെയ്തത് ഞങ്ങൾ എല്ലാവരും കൂടി, ഞാനും വേറെ രണ്ടുപേരും കൂടെ. പിന്നെ ഞങ്ങളുടെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ മുള കൊണ്ടുള്ള ആ. കെട്ടിടമാണ്. അങ്ങനത്തെ ഒരു കെട്ടിടമാണ്. കെട്ടിടമാണ്. പിന്നെ മുള കൊണ്ട് ഞാൻ മുണ്ടാർ എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? പിന്നെ വൈക്കം നമ്മുടെ ആ. മാതൃഭൂമിയിലെ മാധ്യമപ്രവർത്തകർ 18-ലെ വെള്ളപ്പൊക്കത്തിലും വള്ളം മുങ്ങി മരിച്ചെന്ന് പറഞ്ഞില്ലേ? അതിന്റെ കരയെന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ 6 ബാക്കിൽ കണ്ടോവാ. ആ. ആ സ്ഥലത്ത് അവരുടെ വീട് പോയപ്പോൾ അർച്ചനയെന്ന് വീട് വെച്ച് കൊടുത്തു. വീട് വെച്ച് കൊടുത്തത് ഇതുപോലെ മുള കൊണ്ടുള്ള വീടാണ്. അപ്പൊ അത് ചെയ്യാൻ ചെയ്യും, ഞാൻ ചെയ്യും. എനിക്കിപ്പം വേറൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് ആ. മുള കൊണ്ട് ചെയ്യാനായിട്ട്. അത് മുള കൊണ്ട് എന്ത് ചെയ്യാനാണ് ആ വർക്ക്? ഇപ്പോഴത്തെ വർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അവര് ഇരുമ്പ് കൊണ്ട് ഒരു വീട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ. അത് മൊത്തം നമ്മൾ ഏതെല്ലാം രീതിയിൽ അത് ഭംഗിയാക്കാവോ അത് മുള കൊണ്ട് ഉണ്ടാക്കിയതായിട്ട് വരണം. ഓക്കെ, അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തില്ല, അതിപ്പോ ആയി വരുന്നുള്ളൂ. ഒരുപാട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു സംതൃപ്തി കിട്ടും. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ആളുകളുടെ റെസ്പോൺസിൽ നിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു വർക്ക് ഏതാണ് ഇപ്പൊ ചെയ്തതിൽ ഓർമ്മിച്ചിരിക്കുന്നത്? വർക്ക് ചെയ്ത് എല്ലാവരും നല്ലതാന്ന് പറയുന്നുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞ അലമാരി കൊണ്ട് കാണിച്ചപ്പോഴേ അവർക്ക് അടുത്തുള്ളവരൊക്കെ വന്ന് കണ്ടിട്ട് അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. ഇങ്ങനൊരു ഐഡിയ എങ്ങനെ ഉണ്ടായെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഈ താഴെ കാണാത്ത രീതിയിലുള്ള അവരതുപോലെ കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും അടിയിൽ ഇങ്ങനെ വെച്ച് ഉള്ള ഒരു ഇത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അവര്. ഞാൻ പറഞ്ഞില്ല അന്ന് 1,05,000 രൂപ അതിന്റെ ചെലവ് വന്നിട്ടുണ്ട്. ആ 1,05,000 ഒരു പൈസ പോലും കുറയ്ക്കാതെ അവർ തന്നു. നമ്മളൊരു പണി ഇന്ന സാധനം ചെയ്തു തരണമെന്ന് തടിയൊക്കെ അവിടെ തന്നെ എടുത്ത് ചെയ്യുമോ അതോ നമ്മൾ ഈ സാധാരണ പുരുഷന്മാർ ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്യും? എല്ലാ തടിയെ എടുക്കാനായിട്ട് ഞാൻ ആ മില്ലിൽ പോകുന്നത്. അതെ, ഞാൻ മില്ലിൽ പോയി നമുക്ക് അറിയാമല്ലോ എന്തൊക്കെ തടി വേണമെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ ലിസ്റ്റും പ്രകാരം അവർ തടി അറുത്ത് തരും. അത് വണ്ടിയിൽ ഇഞ്ഞു കൊണ്ടുവരും. ഞാൻ പിന്നെ സ്കൂട്ടറല്ല പോകുന്നത്. ഇനിയിപ്പോ 4 വീലറും പഠിച്ചല്ലോ അല്ലേ? എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഏതൊരു കാര്യം ചെയ്യാൻ പ്രാപ്തയായി മാറി അല്ലേ? അതെ, തടി കൊണ്ടുവരും. പിന്നെ എന്നിട്ട് ഈ ഫ്രെയിം വേണ്ട പോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അതെന്താണോ ചെയ്യേണ്ടത് അതുപോലെ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഇനി ഭാവി പദ്ധതിയായിട്ട് ആലോചിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം? ഇപ്പം ഈ വർക്ക്ഷോപ്പ് എന്നെ ഏൽപ്പിച്ചിരിക്കുക, എന്റെ സ്വന്തം പോലെ. നമുക്ക് വാടക ഒന്നും കൊടുക്കണ്ട, കറണ്ട് ബില്ല് മാത്രം അടച്ചാൽ മതി. അങ്ങനെ എനിക്ക് സ്വന്തമായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ വർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം വർക്ക് തീരെ കുറവാണ്. അതൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? ഇപ്പം കുറവെന്ന് പറഞ്ഞാൽ കട്ടള ജനല് ഇതെല്ലാം സ്റ്റീലിന്റെയും ഇരുമ്പിന്റെയും ഒക്കെ വന്നു. ഇപ്പം തടിയുടെ കുറഞ്ഞു. അങ്ങനെ വീട് പണിക്ക് ഒത്തിരി കഥമൊക്കെ ആണെങ്കിലും നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. ഈ വാങ്ങിച്ചെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, വർഷങ്ങൾ കഴിയുമ്പോൾ അത് പോകുന്നത് അവരറിയുന്നില്ല. അതെ, ലാസ്റ്റ് ചെയ്യുന്നില്ല. അത് എൻ്റെ ഒരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ ചേച്ചി ഞങ്ങൾ കൂത്താട്ടുകുളത്ത് പോയി 50,000 രൂപയേ ആയുള്ളൂ തേക്കിൻ്റെ ഒരു അലമാരി വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു 50,000 രൂപയ്ക്ക് തേക്കിൻ്റെ അലമാരി കിട്ടുവാണെങ്കിൽ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഏതായാലും 50,000 രൂപയ്ക്ക് ഒരു തേക്കിൻ്റെ അലമാരി കിട്ടുകയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ചെന്നപ്പോൾ എന്താണെന്നറിയാവോ, നമ്മുടെ പ്ലൈവുഡ് പോലത്തെ ഷീറ്റ്, തേക്കിൻ്റെ ഡിസൈൻ, അതിന് പണിക്കൂലി അധികം വരികയില്ല. കാരണം കട്ട് ചെയ്ത് സ്ക്രൂ ചെയ്യുക. നമ്മൾ അലമാരി പണിയുന്നുണ്ടെങ്കിൽ തടി തുളച്ച് ഫ്രെയിം ഉണ്ടാക്കി പലക വെച്ച് ഇത് എല്ലാം റെഡിയാക്കി അങ്ങനെയാണ് അലമാരി ഉണ്ടാക്കുന്നത്. ഇത് വെറുതെ ഷീറ്റ് വെച്ച് കട്ട് ചെയ്ത് സ്ക്രൂ ചെയ്ത് വെക്കുന്നതിന് എന്നാ പണിക്കൂലി വരുന്നത്? അവർക്ക് ലാഭം. ഈ 50,000 കിട്ടിയപ്പോൾ അവർക്ക് ലാഭമല്ലേ? അറിയാൻ വയ്യാത്തവരാണ് പോയി വാങ്ങിക്കുന്നത്. കബളിപ്പിക്കലിൽ പെട്ടുപോകുന്ന തരത്തിലുള്ള. അത് സ്ഥാനത്ത് ഞങ്ങളുടെ വർക്ക്ഷോപ്പിനടുത്തുള്ള ഒരു ചേട്ടന് സെറ്റ് വേണമായിരുന്നു, തേക്കിന്റെ വേണമായിരുന്നു. സെറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ തേക്കിന്റെ തന്നെ വേണം, എത്ര പൈസയാണെങ്കിലും എനിക്ക് പ്രശ്നമല്ലെന്ന് പറഞ്ഞു. പോളിഷിങ്ങും എല്ലാം കൂടെ വന്നപ്പം 72,000 രൂപയായി ചെയ്തു വന്നപ്പം. അങ്ങനെ ചെയ്യിപ്പിക്കുന്നവരും ഉണ്ട്. ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജോയിന്റ് തന്നെ വാങ്ങിക്കുന്നതും ഞങ്ങൾ ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞങ്ങൾ ചെയ്യുമ്പോൾ നല്ലപോലെ അതിന് ഈ കുടുമയെന്ന് പറയും, തൊള്ള കുടുമ, അതൊക്കെ അടിച്ചു കയറ്റി വരുമ്പോഴത്തേക്ക് പിടിച്ചാലും പോവുകയില്ല. അതേസമയം വാങ്ങിക്കുന്നെന്ന് പറയുമ്പോൾ അവർ ഒരു ഇത്ര നീളത്തിൽ തുളയിടും, അത്രയും മാത്രം ആ ജോയിന്റ് വെച്ച് ഫിക്സ് ചെയ്യും. ലാസ്റ്റിങ് അത്രേ ഉള്ളൂ, അത് കിട്ടത്തുള്ളൂ. മെയിനായിട്ട് ഈ തടിപ്പണി ചെയ്യുമ്പം സാധാരണ റെഡിമെയ്ഡ് വരുന്നതിലും ഇതിലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് തോന്നുന്നത്? വ്യത്യാസം എന്ന് പറയുമ്പോൾ അവര് ഇങ്ങനെ ഭംഗി കിട്ടാൻ വേണ്ടി ഒരുപാട് പോളിഷ് ചെയ്ത് ഇങ്ങനെ വെക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതിന് ഈട് കിട്ടത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളൊരു സാധനം പണിത് കൊടുത്താലേ അത് പോകരുത്. അതിന്റെ ഒരു ഉദാഹരണം, ഞങ്ങള് നേരത്തെ ഒരു ഡൈനിങ് ടേബിൾ വാങ്ങിച്ചപ്പം ഇവിടെ ഒക്കെ നല്ല ടോപ്പൊക്കെ നല്ല കനത്തിലുള്ള ആണ് കാണാൻ പറ്റുന്നത്. ഇത് തന്നെ കനം, പക്ഷെ ഇതിൻ്റെ അകത്ത് ഇത്രയും കനയുണ്ടോ? ഇതിന് ഇല്ല.
തോന്നിപ്പിക്കുന്ന പുറമേ രീതിയിൽ നോക്കുമ്പോൾ നല്ല കനം തോന്നും. കനമുള്ളാൻ തോന്നും എന്ന് പറഞ്ഞ പോലെ വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ ഫ്രെയിമൊക്കെ 1 ഇഞ്ച് വീതി. ഉം. ഞങ്ങൾ ആ സ്ഥാനത്ത് 3 ഇഞ്ചാ വീതി വെക്കുന്നത്. ആ, അതുപോലെ ഒരു 1/4 ഇഞ്ച് കനം ഞങ്ങൾ 1.5 ഇഞ്ചാ വെക്കുന്നത്. അപ്പൊ ഏതാ ഈട് ആ. നിൽക്കുന്നത്? അത് പക്ഷേ ഈ കാഴ്ചയിലാണ് ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് ആ, കബളിപ്പിക്കപ്പെടുന്നത് ആ, അല്ലേ? അതെ. ഒരു ദിവസം എത്ര സമയം വർക്ക് ചെയ്യേണ്ടി വരും? വർക്കിംഗ് ടൈം എങ്ങനെയാണ്? വർക്കിംഗ് ഡേ ഞങ്ങൾ 8:30 മുതൽ 5 വരെ. ചിലപ്പോൾ വർക്ക് കൂടുതലുണ്ടെങ്കിൽ സമയം നോക്കാതെ വർക്ക്. അതിലിപ്പം ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്, അത് വേറെ? എല്ലാവരും പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉം. സ്ത്രീകൾ പോയി കഴിഞ്ഞപ്പം വർക്ക്ഷോപ്പ് എന്നെ ഏൽപ്പിച്ചു. ആ. ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് നിന്നപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡും കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉം. പിന്നെ ഈ പരിപാടി ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവരോടായിട്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ പറഞ്ഞില്ലേ, പുരുഷന്മാർ മാത്രമുള്ള ഒരു മേഖലയിലേക്ക് കടന്നു വന്ന ഒരു സ്ത്രീയാണ്. ഇതിലേക്ക് കൂടുതൽ കടന്നു വരേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി എന്താണ് പറയാനുള്ളത്? ആവശ്യകത എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ജനൽപ്പാളി പോയിരിക്കുക, ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് അത് ചെയ്യിക്കുമ്പോൾ അവരുടെ സമയം നോക്കണം. അതിനുള്ള ആ പണിയുടെ പൈസ എല്ലാവർക്കും കൊടുക്കേണ്ടത്. അതനുസരിച്ച് പൈസ കൊടുക്കണം. ആ. സ്ത്രീകളായ നമ്മളത് പഠിച്ചിരിക്കുവാണെങ്കിൽ നമുക്കതൊന്നും ചെയ്യത്തില്ലേ? അതെ, നമുക്ക് തന്നെ ആരെയും വിളിക്കണ്ടല്ലോ. അത് ഏറ്റവും ചെറിയൊരു കാര്യം. ആ. ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻറ് എന്നോട് പറഞ്ഞു, ടീച്ചറെ ഞങ്ങളുടെ ജനൽപ്പാളിയുടെ ഗ്ലാസ് പൊട്ടിപ്പോയി, ഞാൻ ആ ഗ്ലാസ് എല്ലാം കളഞ്ഞിട്ട് റീപ്പ് എല്ലാം മേടിച്ച് എല്ലാം അഴിച്ച് രണ്ടാമത് ഗ്ലാസ് ഇട്ട് പിടിപ്പിച്ചെന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് തന്നെ ചെയ്ത് അറിയാവുന്നതുകൊണ്ട്. സ്വന്തമായിട്ട് അറിയാവുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച അവരുടെ വീടുകളിലേക്ക് വേണ്ട കബോർഡുകളെല്ലാം അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചുകൊണ്ട് പിടിപ്പിച്ചു. ആ. അപ്പൊ അവർക്കൊരു ആത്മസംതൃപ്തിയും കിട്ടും. പൈസ ചെലവുണ്ടോ? ഇല്ല, അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടെ എളുപ്പമാവും കാര്യങ്ങൾ അല്ലേ? ഇന്നത്തെ കാലത്ത് പുരുഷന്മാർക്ക് മാത്രമായിട്ട് ഒരു കുത്തകയായിട്ടുള്ള ഒരു ജോലിയില്ല. ഞങ്ങള് കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് ഷീറ്റ് ഇടുന്നത്. ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യും. അപ്പൊ പ്രായം ഒരു ഫാക്ടറി അല്ല ഏത് ജോലി ചെയ്യുന്നതിനും. ഇപ്പം എനിക്ക് ഈ 63 വയസ്സിൽ ഞാൻ നല്ലതായിട്ട് പണി ചെയ്യുന്നുണ്ട്. ആ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവിടെ SH കോൺവെന്റ് കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞാൻ പോയി ചെയ്തു കൊടുത്തേച്ചാ. നമ്മൾ ഒരിക്കലും ഗവൺമെന്റ് ജോലി മാത്രം കിട്ടണമെന്ന് വിചാരിച്ച് സ്ത്രീകൾ ആരും ഇരിക്കരുത്. നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്താണ് നമ്മുടെ കഴിവ് എന്നനുസരിച്ച് പ്രവർത്തിക്കുക. എല്ലാവർക്കും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റിയല്ല. പക്ഷെ പഠിച്ചാൽ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. മനസ്സ് വേണം, മനസ്സിരുത്തി പഠിക്കണം. എനിക്കിത് പഠിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പോഴാണ് ഞാൻ അവരോട് ഒന്നും പഠിക്കാതെ 2 പേരെ ഞാനിപ്പം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും കൂടുതൽ പേർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിപ്പിച്ചു തരാൻ തയ്യാറാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്നാന്ന് വെച്ചാൽ ഇപ്പം 63 വയസ്സായി, ഇപ്പോഴേ പിള്ളേർ പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം നാൾ ഞാൻ പോയി ജോലി ചെയ്യും. അതിനുശേഷം ഞാൻ ഇതിൽ നിന്ന് വിരമിക്കേണ്ട ഒരു പ്രായം വരുമല്ലോ, എത്രയാണേലും വരും. ആ സമയത്ത് മരപ്പണിയിൽ നിന്ന് സ്ത്രീകൾ ആരും ഇല്ലാതെ വരരുത്. അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞാൻ സൗജന്യമായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ തൊഴിലാളി മണ്ഡലം കേട്ടിട്ട് തീർച്ചയായിട്ടും ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് കടന്നു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും ദൂരത്ത് നിന്ന് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും മുന്നോട്ട് ഇതേ ഊർജ്ജത്തിൽ ഒരുപാട് കാലം ജോലി ചെയ്യാൻ ഉള്ള ആരോഗ്യവും മനസ്സും എല്ലാം കിട്ടട്ടെ. ഒരുപാട് പേരെ ഈ ഒരു ജോലി പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയട്ടെ. എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് തടിപ്പണിയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഓമന സോമനുമായി സെവിൽ ജുഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്. തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.